Morning, everyone. On behalf of JCI Tripurayar, I extend to each one of you a happy and prosperous wish. May this new year bring light, hope, and abundance to your lives and aspirations. It is with great pleasure that I welcome you all to Skill Sprint 2025, session number 13, an initiative by JCI Tripurayar to learn, grow, and empower. Today's topic, happy living through effective money management, is one that truly resonates with all of us, especially in today's fast paced and often confusing financial landscape. I take great pride in introducing our esteemed speaker of the day, JC Afsal K. He is currently serving as an assistant professor in the Department of Computer Science at Farooq College, Kozhikode, an alumnus of the prestigious Indian Institute of Science, Bangalore, where he completed his MTech in computer science. JC Afsal brings with him a perfect blend of academic brilliance and practical wisdom. He is also a recognized innovation ambassador by the Ministry of Education's Innovation Cell and serves as the faculty coordinator of the Startup Cell at Farooq College, where he actively nurtures student-led innovations and entrepreneurship. What makes him exceptionally suited for today's session is his decade-long experience in the stock market and his passion for spreading financial literacy. He has inspired diverse audiences across national and international platforms, including All India Radio, with his insights on personal finance and investment. So, without further ado, let us give a big virtual round of applause to welcome our speaker, JC Afsal K, to Skill Sprint 2025. Over to you, sir. Thank you for the opportunity. So, happy living through an effective money management. That is the topic of the day. ഈ ഒരു ഇമേജ് നോക്കിയിട്ട് ഈ ഇമേജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഇമേജിന്റെ റിലവൻസ്, അവർ ഡൈനാമിക്സ് റൈറ്റ് നൗ ഗുഡ്, ടു ടോപ്പ് ലീഡേഴ്സ് ഗ്രേറ്റ്. ഇതിന് വേറെ ഏതെങ്കിലും ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഈ ഇമേജ് നമ്മൾ ഇതിനെ മുന്നേയും കണ്ടിട്ടുണ്ട്. ഈ ആളുകളല്ല, മറ്റു പല ആളുകളെയും വെച്ചിട്ട് അയ്യപ്പൻ കോശി ഗ്രേറ്റ്. അയ്യപ്പനും കോശിയും കാണിച്ചു കൂട്ടുന്ന സിമിലർ സംഗതികൾ തന്നെയാണ് ഇവർ രണ്ടുപേരും ഇപ്പൊ കാണിക്കുന്നത്, ശരിയല്ലേ? ഒരാള് 25% കൂട്ടുന്നു, അപ്പൊ അയാള് മത്സരിച്ച് അതിന്റെ പകുതി കൂട്ടുന്നു, വീണ്ടും മത്സരിച്ച് കൂട്ടുന്നു. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സോ ഇത് ബേസിക്കലി അയ്യപ്പനും കോശിയിലുള്ള ഒരു അതേ സിനാരിയോ ആണ് ഇന്ന് വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവർ രണ്ടുപേരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ആക്ച്വലി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തന്നെയല്ലേ. അവരവരുടെ കൺട്രിയുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. സോ അവരുടെ സൈഡാണ് അവർ ആലോചിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ശരിയായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു കൺട്രിക്ക് മാത്രമുള്ളതാണോ? അല്ലല്ലോ. നമ്മളെല്ലാവരും ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ആളുകളാണ്. നമുക്കൊക്കെ എന്തുണ്ട്? നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതുപോലെ വെറും ഈഗോ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്. സോ വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ശരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനുള്ള നമ്മുടെ കഴിവാണ്. ഇറ്റ്സ് എ എബിലിറ്റി ടു മേക്ക് ഫിനാൻഷ്യലി ഇന്റലിജന്റ് ഡിസിഷൻസ്. നമ്മൾ പല ഡിസിഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. നമ്മൾ കാർ എടുത്ത് പോകണോ, ബൈക്ക് എടുത്ത് പോകണോ, ഫ്ലൈറ്റിൽ പോകണോ, ട്രെയിനിൽ പോകണോ, പല കാര്യങ്ങളും നോക്കാറുണ്ട്. അപ്പൊ എല്ലാത്തിനും ഏതൊരു ഡിസിഷനും പലപ്പോഴും എന്തുണ്ടാവും? ഒരു ഫിനാൻസ് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ ഫിനാൻസ് കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഫിനാൻഷ്യലി ഇന്റലിജന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ എല്ലാവരുടെയും ഡ്രീമാണ്, ഗോളാണെന്ത്? ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സോ എന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ആണ്. ഇഫ് വി റീച്ച് ദാറ്റ് സ്റ്റേറ്റ്, നമ്മൾ ആ സ്റ്റേറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണത്തിന് വേണ്ടി, ഫിനാൻസ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് പണത്തിന് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നുണ്ടാണ്. ഫിനാൻഷ്യലി നമ്മൾ ഫ്രീ ആയിരിക്കും. നമുക്ക് പാട്ട് പാടാന്, വരയ്ക്കാന്, ആർട്ടില്, ഇതിലൊക്കെയാണ് നമുക്ക് താല്പര്യം. പക്ഷെ 9 to 5 ജോബ് ചെയ്യാൻ നമ്മൾ വിധിക്കപ്പെട്ടിരുന്ന കാരണത്താണ് കുടുംബം പോയിട്ടുണ്ടാകണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ജോലിയിൽ കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇഫ് വി ഹാവ് അച്ചീവ്ഡ് ദ ഫിനാൻഷ്യൽ ഫ്രീഡം. അപ്പൊ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും എന്താണ്? ഒരു ഗോളാണ്. സോ സാലറി മാത്രമാണ് നമ്മുടെ ഒരു ഇൻകം എങ്കിൽ വി ആർ 1 step away ഫ്രം പോവർട്ടി. ഇതാണ് വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സാലറി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്, നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് ഇൻകം. നമ്മൾ ആക്റ്റീവ്ലി നമ്മുടെ സമയം കൊടുത്തുകൊണ്ട് നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു ഇൻകം കൂടാതെ നമ്മൾ മറ്റൊരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻകം മാത്രമേ നമുക്കുള്ളൂ എങ്കിൽ
എപ്പോഴാണോ നമുക്ക് ആക്റ്റീവ് അല്ലാതാവുന്നത് ആ സമയത്തേക്ക് നമ്മൾ എന്തായും നമ്മൾ പോവേർട്ടിയിലേക്ക് നയിക്കപ്പെടും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സോ എന്താണ് ഒരു പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടൈം കൊടുക്കാതെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഇൻകവും നമുക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും? പാസീവ് ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് നമുക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു മന്ത്ലി എക്സ്പെൻസ് സപ്പോസ് ഒരു 50,000 ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ ഇപ്പോഴുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു മന്ത്ലി എക്സ്പെൻസ് 50,000 ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 50,000 എനിക്ക് പാസീവ് ഇൻകം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം ഫിനാൻഷ്യലി ഫ്രീ ആണ് ഞാനെന്ന്. അതല്ലാതെ എനിക്ക് കുറെ കോടികൾ വേണം, ബംഗ്ലാവ് വേണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുടെയും ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ ഡെഫിനിഷൻ സെപ്പറേറ്റ് ആണ്. എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീ എന്ന് ഞാൻ പറയുന്ന സെയിം ഡെഫിനിഷൻ ആയിരിക്കൂല ഇപ്പൊ സിതേഷ് സാർ ഉണ്ടാവും. സിതേഷ് സാറിന്റെ മന്ത്ലി എക്സ്പെൻസും എന്റെ മന്ത്ലി എക്സ്പെൻസും വ്യത്യാസം ഉണ്ടാവും. ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസപ്പെടുന്ന പോലെ തന്നെ അപ്പം ഒരാളുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ, ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും പാസീവ് ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഇഫ് വി ആർ ഇൻ ദാറ്റ് പൊസിഷൻ വി ക്യാൻ സേ ദാറ്റ് വി ആർ ഫിനാൻഷ്യലി ഫ്രീ. സോ ഞാൻ ബേസിക് ആയിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിന്റിലേക്ക് കിടക്കുകയാണ്. സോ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം. മിനിമം നമുക്ക് എത്ര ഉണ്ടാവണം പാസീവ് ഇൻകം? മന്ത്ലി എക്സ്പെൻസിന്റെ അത്രയെങ്കിലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഫ്ലേഷൻ നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ പണത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയം കഴിയുന്തോറും ടൈം കഴിയുന്നതിനനുസരിച്ച് പണത്തിന്റെ മൂല്യം ചോർന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇൻഫ്ലേഷൻ ഇവിടെ നിങ്ങൾ ടേബിൾ നോക്കി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എന്റെ ഒരു ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയ വാല്യൂസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബിരിയാണിയുടെ ഒരു പ്രൈസ് നോക്കുക. ബിരിയാണിയുടെ പ്രൈസ് ലാസ്റ്റ് റോ ഒന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് റോ ചെക്ക് ചെയ്താൽ ബിരിയാണി 2000 ഞാൻ 7ാം ക്ലാസ് പഠിക്കുകയാണ്. അന്ന് ഞാൻ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലുണ്ട്, ദേവത് ബേക്കറി, ദേവത് ഹോട്ടലാണത്. അവിടുന്ന് ഞാൻ ബിരിയാണി കഴിച്ചത് 20 രൂപയ്ക്കായിരുന്നു 2000. 2010 ആയപ്പോഴേക്ക് അത് 50 രൂപയായി. 2020 അത് 90 രൂപയായി. ഇന്ന് അവിടെ 140 റുപ്പീസോ 150 റുപ്പീസ് എങ്ങാണ്ടാണ്. എന്ന് പറഞ്ഞാൽ അതേ ബിരിയാണിയാണ്. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് അതിന്റെ വില കൂടി വരുന്നുണ്ട്. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ ഓരോ 10 വർഷം കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് അപ്രോക്സിമേറ്റ് ഡബിൾ ആവുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇന്ന് ഒരു സാധനം വാങ്ങാൻ 100 രൂപയാണെന്ന് വിചാരിക്കാം. ഇതേ സാധനം അടുത്ത വർഷം ഇതേ ദിവസത്തിൽ ഞാൻ വാങ്ങാൻ 110 രൂപയാണെന്നുണ്ടെങ്കിൽ 10% ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഗവൺമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പ്രകാരം പലപ്പോഴും 4%, 5% എന്നൊക്കെ ഇൻഫ്ലേഷൻ ഡാറ്റ പറഞ്ഞു കഴിഞ്ഞാലും ദ റിയൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഫോർ അവർ ലൈഫ് സ്റ്റൈൽ ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. നമുക്ക് എങ്ങനെ പോയാലും 7-8% ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ എഡ്യൂക്കേഷൻ എക്സ്പെൻസിന്റെ ഇൻഫ്ലേഷൻ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ഡിജിറ്റിലാണ്, മേ ബി അറൌണ്ട് 14-15%. നമുക്ക് പല ഡാറ്റയും കാണിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പരിഗണിക്കണം. എന്തിന്റെ മുന്നേ? ഈ പറയുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ 50,000 രൂപയാണ് എന്റെ മന്ത്ലി എക്സ്പെൻസ്, 50,000 രൂപ എനിക്കുന്നുണ്ട് വാടകയായിട്ട് കിട്ടുന്നുണ്ട് എല്ലാ മാസവും. അങ്ങനെ ഞാൻ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാലും ഈ 50,000 വെച്ചിട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷനും കൂടെ പരിഗണിച്ചുകൊണ്ട് എത്ര രൂപ ഇന്ന് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും? അതാണ് ഇവിടുത്തെ ചോദ്യം. എത്ര രൂപ എന്റെ കയ്യിൽ വേണം ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആണെന്ന് പറയാൻ? അതാണ് നമുക്ക് ഫയർ നമ്പർ എന്ന് പറയും. ഫയർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് റിട്ടയർ ഏർലി എന്നുള്ളതാണ് ഫയറിന്റെ കൺസെപ്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50, 60, 70, 80 വയസ്സ് വരെ വർക്ക് ചെയ്യാതെ ഇത്രയും പെട്ടെന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തിട്ട് റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും. അപ്പൊ പെട്ടെന്ന് കൂടുതൽ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിന് റിട്ടേൺ ഉണ്ടാക്കുക. ആ ഫയർ നമ്പർ അച്ചീവ് ചെയ്ത് ഐ ആം ഫിനാൻഷ്യലി ഫ്രീ. ഇനി ഒരിക്കലും 9 to 5 ജോബിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യണ്ട, നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അത് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യാം. ജോലി ചെയ്യരുത് അതിനർത്ഥമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കൂടുതൽ സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഫയർ നമ്പർ എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്റെ ഫയർ നമ്പർ ആയിരിക്കില്ല വേറൊരാളുടെ ഫയർ നമ്പർ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻസ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മാസം എന്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു മാസം എനിക്ക് എത്രയാണ് എക്സ്പെൻസ് വേണ്ടത് ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തേക്കുള്ള എക്സ്പെൻസ് കിട്ടും. ഒരു ആനുവൽ എക്സ്പെൻസിനെ ഇൻറ്റു 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഫയർ നമ്പർ കിട്ടും. സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. എന്റെ മന്ത്ലി ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ എന്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രൊവൈഡഡ് യു ഹാവ് എ
ഹൗസ്, ഒരു എന്താ വീടുണ്ട്, മക്കൾക്ക് നമ്മൾ എന്താ കുറച്ചും കൂടെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക, അല്ലെങ്കിൽ എന്താ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും മക്കൾ വലുതായിട്ടുണ്ടാവും, മക്കളൊക്കെ അവരുടെ സ്റ്റാൻഡിൽ നിന്ന് പോകാനായിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ അവർ എഡ്യൂക്കേഷൻ അതിനൊക്കെ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് എനിക്ക് റിട്ടയർ ചെയ്യാനുള്ള ഫണ്ടിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ആനുവൽ എക്സ്പെൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 50,000 രൂപയാണ് എന്റെ മന്ത്ലി എക്സ്പെൻസ് എന്നുണ്ടെങ്കിൽ 6 lakhs വേണം എനിക്ക് ആനുവലി. 6 lakhs into 25 ചെയ്യാം. 6 lakhs into 25 ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 കോടി രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? എനിക്ക് റിട്ടയർ ചെയ്യാൻ വേണ്ടി പറ്റും. ആസ് ഓൺ ഡേറ്റ്, ഇന്നത്തെ ഡേറ്റിൽ ഇന്ന് 1.5 കോടി കയ്യിലുണ്ടെങ്കിൽ എന്റെ ഫയർ നമ്പറായി, എനിക്ക് ഫയർ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഒരു ഫോർമുല. 50 times വേണം എന്നൊക്കെ പറയുന്ന പല തീസീസ് ഉണ്ട്. ഈ 25 times വെച്ചിട്ട് തന്നെ നമുക്ക് ഏകദേശം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് അത് വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും. സോ ഇതുവരെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2-3 പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം പറഞ്ഞ എന്താണ്? ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം. ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മുടെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാസീവ് ഇൻകം മിനിമം എത്രയെങ്കിലും ഉണ്ടാവണം? നമ്മുടെ മന്ത്ലി എക്സ്പെൻസിന്റെ അത്രയെങ്കിലും ഉണ്ടാവണം. സോ മന്ത്ലി എക്സ്പെൻസ് കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫയർ നമ്പർ കണ്ടു. സോ 1 ലക്ഷം രൂപയാണ് എനിക്കിപ്പം ഒരു മാസം ചെലവ് എന്നുണ്ടെങ്കിൽ എന്റെ ഫയർ നമ്പർ വിൽ ബി സംതിങ് ലൈക്ക് 3 crore rupees. ഓക്കെ, അപ്പൊ ഇതിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 1.5 കോടി 3 കോടി എന്നൊക്കെയാണ് പറയുന്നത്. 1.5 കോടി 3 കോടിയൊക്കെ നമ്മളെ കൊണ്ട് അധ്വാനിച്ചെത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിങ്ങിന്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പഴയ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു രാജാവിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് വെല്ലുവിളിക്കാൻ രാജാവിന്, ചതുരംഗത്തിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം രാജാവ് എന്ന് പറഞ്ഞാൽ ചതുരംഗം ഭയങ്കരമായിട്ട് ചതുരംഗത്തിൽ കളിക്കാൻ നല്ല താല്പര്യമുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള രാജാവാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു? രാജാവിനെ വെല്ലുവിളിച്ചു. അപ്പൊ രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ എന്റെ അടുത്ത് വെല്ലുവിളിക്കാൻ മാത്രം? ഞാൻ ഇത്രയും വർഷമായിട്ട് ചതുരംഗം കളിക്കുന്ന ആളാണ്, ഞാൻ നന്നായിട്ട് കളിക്കും, എന്നെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരു മത്സരം സെറ്റപ്പ് ചെയ്തു. അപ്പോ രാജാവ് ഓഫർ ചെയ്തത്, എന്നെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചതുരംഗത്തിൽ എന്നെ തോൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ചോദിക്കുന്ന എന്തും തരാമെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കളി തുടങ്ങി. അവസാനം രാജാവ് തോറ്റു. രാജാവ് തോറ്റു കഴിഞ്ഞ സമയത്ത് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഈ ചെസ് ബോർഡ് മുന്നിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ചെസ് ബോർഡിൽ 8 വരിയും 8 നിരയും ഉണ്ടാവില്ല. 8x8 ആണ്. 64 കളങ്ങളുണ്ട്. ഇയാൾ ആവശ്യപ്പെട്ടത്, എനിക്ക് 1ാമത്തെ കളത്തിൽ 1 അരിമണി വേണം, ഒറ്റ അരിമണി. 2ാമത്തെ കളത്തിൽ 2 അതിന്റെ ഡബിൾ. അടുത്ത കളത്തിൽ അതിന്റെ ഡബിൾ 4, പിന്നെ 8, 16. അങ്ങനെ ഈ പറഞ്ഞ ചെസ് ബോർഡ് മുഴുവൻ വെച്ച് തന്നാൽ മതി, കൂടുതലൊന്നും വേണ്ടാന്ന് പറഞ്ഞു. രാജാവ് വിചാരിച്ചു, ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? വളരെ കുറച്ചല്ലേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ മന്ത്രിയോട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മന്ത്രി രാജാവിന്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പ്രഭു, പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? ഈ പറയുന്ന അത്രയും കൊടുക്കാനുള്ള അരി നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല. എന്താണ് പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ അത്രയും കൂടുതലാണ് ഈ പറയുന്ന അരിയുടെ ആവശ്യം. അങ്ങനെയാണ് ഏകദേശം എത്ര വേണ്ടി വരും അരി? ഇനി കമന്റ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, വളരെ ഹ്യൂജ് നമ്പറാണ്. വളരെ ഹ്യൂജ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിമണിയുടെ എണ്ണത്തിലാണ് പറയുന്നത്. അത് കിലോയിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അറൌണ്ട് 50,000 റൈസ്. 50,000 അരിമണികളിൽ നിന്ന് ചേർന്നാൽ 1 കിലോ ആവുള്ളൂ. 1000 കിലോ ആണ് 1 ടണ്ണ്. ഒരു 10 ടണ്ണൊക്കെയാണ് നമ്മളൊരു ലോറിയിൽ കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര അരി വേണ്ടി വരും ഈ പറയുന്ന കളം നിറയ്ക്കാൻ? ആർക്കെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ പറയാം, കമന്റ്സിൽ ഇടാം. നിങ്ങൾ എത്ര ഗസ് ചെയ്ത് കഴിഞ്ഞാലും അതിനേക്കാൾ ഇതിന് മുന്നേ കേട്ടിട്ടില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന എമൗണ്ട് കുറഞ്ഞു പോകും. അതാണ് എന്റെ സത്യം. ഇതിന് മുന്നിൽ കേട്ട ആളുകൾക്ക് മാത്രമേ അത് അതിന്റെ ഏകദേശ റേഞ്ചിൽ എത്താൻ പറ്റൂ. ഓക്കെ, ഞാൻ തന്നെ പറയാം. നമ്പർ ഇത് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിക്കണം എന്നുണ്ടെങ്കിൽ താഴെ വായിച്ചു നോക്കാം. 18 quintillion, 446 quadrillion, 744 trillion, 73 billion, 709 million and 600,000 grains of rice. ഇതിനൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതിലേക്ക് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ 2021 വർഷത്തിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത മൊത്തം അരി ഉണ്ടല്ലോ, ഇന്ത്യ 2021 പ്രൊഡ്യൂസ് ചെയ്ത മൊത്തം അരി, അതിന്റെ 2300 ഇരട്ടി ആയിരിക്കും. ഇത് പണ്ടത്തെ രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയതല്ല. ഇന്ന് 2021 ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ റൈസിന്റെ 2300 ടൈംസ് ആണെന്ന് ഈ മൊത്തം റൈസ് എന്ന് പറയുന്നത്. സോ ഇതാണ് അതിന്റെ മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് കോമ്പൗണ്ട് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് നമ്മുടെ ഒരു ബ്രെയിൻ വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഈ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ ബ്രെയിൻ 1ഉം 2ഉം കൂട്ടി 3, 3, 2, 5 ഇങ്ങനെ ഒരു ലീനിയർ തിങ്കിങ് ആണ് നമ്മൾ പലപ്പോഴും ചെയ്ത് പരിശീലിച്ചിട്ടുള്ളത്. ഈ എക്സ്പോണൻഷ്യൽ തിങ്കിങ് നമുക്ക് ശീലമില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ
അപ്പൊ ഇതാണ് കോമ്പൗണ്ടിങ്. അപ്പൊ ഈ കോമ്പൗണ്ടിങ്ങിന്റെ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ഫയർ നമ്പറൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫയർ നമ്പർ ആയിട്ട് 1 lakh എനിക്ക് മന്ത്ലി വേണമെന്നുണ്ടെങ്കിൽ 3 CR എന്ത് വേണം? എനിക്ക് റിട്ടയർ ചെയ്യാൻ ഇപ്പൊ കയ്യിൽ വേണം എന്ന് പറഞ്ഞു. ആ 3 CR പോലെയുള്ള നമ്പർ വെൽത്ത് നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പവർഫുൾ ടൂളാണ് ആക്ച്വലി എന്ത്? കോമ്പൗണ്ടിങ്. ആ കോമ്പൗണ്ടിങ് എന്താണ്, അതിന്റെ ഒരു പവർ മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്ത് ഞാനിവിടെ ആദ്യത്തെ ഒരു പോർഷനോട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ കോമ്പൗണ്ടിങ് ഈസ് ദ 8th വണ്ടർ ഓഫ് വേൾഡ് എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. കാരണം ഐൻസ്റ്റീന് പോലും ഇത് റിയലൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് 8ാമത്തെ മഹാത്ഭുതമായിട്ട് കോമ്പൗണ്ടിങ്ങിന് അദ്ദേഹം എണ്ണിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ടിങ് അങ്ങനെ ഉണ്ട്, ശരിയാണ്. ഓക്കെ, പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാസാമാസം സാലറി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ വരുമാനം വരുന്നുണ്ട്. മാസാവസാനം ആകുമ്പോഴേക്കും ഇതൊക്കെ എവിടെ പോയി ഒരു പിടുത്തമില്ല. എവിടേക്കോ കൊടുക്കുന്നുണ്ട്, പക്ഷെ 10-15 വർഷമായിട്ട് ജോലിയോ ബിസിനസ്സോ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ കാര്യമായിട്ട് എടുത്തു പറയാൻ സമ്പാദ്യമൊന്നുമില്ല. അപ്പൊ ഇനി ഒരു 5-10 വർഷം അല്ലെങ്കിൽ 15 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ള ആശങ്ക പലർക്കും ഉണ്ടാവും. അപ്പൊ ഇതെന്താണ് പ്രശ്നം? നമ്മൾ മാനേജ് ചെയ്യുന്നിടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് നമ്മൾ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? അപ്പൊ ഈ പറയുന്ന കോമ്പൗണ്ടിങ് നമ്മളുടെ ബെനിഫിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, SIP ചെയ്യുക, അങ്ങനെ ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പലരും പറയാറുണ്ട്. എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നല്ല ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക് ആയിട്ട് എന്ത് ചെയ്യാനാണെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് ഒരു സ്ട്രക്ചർ വേണം, ഒരു ബഡ്ജറ്റിംഗ് വേണം. സിമ്പിൾ ആയിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതല്ലാതെ നമ്മുടെ ചെലവൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള പൈസ കൊണ്ട് നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റം ആണ്. ഇതൊരു ബക്കറ്റ് അപ്രോച്ചാണ്. ബക്കറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറെ ബക്കറ്റുകളുണ്ട്. ഇവിടെ ഒരു 5-6 ബക്കറ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ ഈ നമ്മുടെ കയ്യിലുള്ള മൊത്തം വരുന്ന വരുമാനം എന്നാൽ 1-ാം തീയതി എന്റെ കയ്യിൽ സാലറി കിട്ടിക്കഴിഞ്ഞാൽ 2-ാം തീയതി സാലറി കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് ഓരോരോ ബക്കറ്റിലേക്കായിട്ട് കുറേശ്ശെ മാറ്റുന്നു. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ആണ്. അത് പല രീതിയിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ വി ആർ സെപ്പറേറ്റിംഗ് അവർ ഇൻകം ഇൻ ടു ഡിഫറെന്റ് അക്കൗണ്ട്സ് ഫോർ സ്പെസിഫിക് പർപ്പസസ്. ഓരോ ആവശ്യത്തിനാണ് ഓരോ ബക്കറ്റ്. അല്ലാതെ എല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഒരു അക്കൗണ്ടിൽ തന്നെ എല്ലാ ചെലവും നടത്തി പോരല്ല. ഗൂഗിൾ പേ വഴി നമ്മളിങ്ങനെ എല്ലാ സെറ്റും പേയ്മെന്റ് ഇങ്ങനെ നടത്തി പോരുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ എത്ര ബാലൻസിൽ നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നോക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെ ചെലവായി പോയിട്ടുണ്ടാവും. സോ വ്യത്യസ്ത അക്കൗണ്ടുകളിലേക്ക് നമ്മുടെ പണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടി. അതാണ് ഈ ഒരു എൻഡയർ അപ്രോച്ചിലൂടെ ഞാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബക്കറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് എന്നാണ് ഞാൻ അതിന് പറയുന്നത്. സോ അതിനെ നമുക്ക് ഷോർട്ട് ആയിട്ട് ഇനി അങ്ങോട്ട് ഞാൻ FFA എന്ന് പറയും. സോ FFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് എന്നാണ്. സോ നമ്മൾ പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ പൊന്മുട്ടയിടുന്ന താറാവ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല? ആ താറാവിനെ എടുത്ത് വിൽക്കാനോ താറാവിനെ അറുത്ത് കറി വെക്കാനോ പാടില്ല. ശരിയാണല്ലോ? നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ എഗ്ഗ് മാത്രമേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഒരു സംഗതിയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളൊരു പൊന്മുട്ടയിടുന്ന താറാവിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ഒരു പൊന്മുട്ടയിടുന്ന താറാവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് റിട്ടയർ ചെയ്യാം. കാരണം ഡെയിലി നമുക്ക് ഓരോ എഗ്ഗ് കിട്ടും. ആ എഗ്ഗ് വിറ്റ കാശുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ ആ എഗ്ഗ് ആണ് നമ്മുടെ പാസീവ് ഇൻകം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു താറാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തിന്റെ, പ്ലീസ് നോട്ട്, നമ്മുടെ ഇൻകത്തിന്റെ വരുമാനത്തിന്റെ 10% നമ്മൾ എന്ത് ചെയ്യാണ്? ഈ FFA അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുകയാണ്. അതായത് 1 ലക്ഷം രൂപയാണ് എന്റെ ഇൻകം എങ്കിൽ ഞാൻ 10,000 മാറ്റി വെച്ചു. ഇനി അതല്ല 20,000 രൂപ എന്റെ ഇൻകം ഉള്ളൂ എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? 2,000 രൂപ മാറ്റി വെക്കാം. സോ 10% ഓഫ് ദ ഇൻകം ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ FFA അക്കൗണ്ട്, വിച്ച് മീൻസ് ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട്. അത് ഒരു കാരണവശാലും എന്ത് അർജന്റ് വന്നാലും എന്ത് എമർജൻസി വന്നാലും ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പാടില്ല. അത് എന്ത് നെസസിറ്റി ആയിക്കോട്ടെ. കാരണം ഇത് എന്തിനുള്ളതാണ്? ഇത് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാൻ പാടില്ലാത്ത അക്കൗണ്ട്. ഒരു കാരണവശാലും ഇന്ന് ഫണ്ട് തിരിച്ച് വിഡ്രോ ചെയ്ത് ഇത് എപ്പം മാത്രമേ ഇതിന് പണം എടുക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ റിട്ടയർമെന്റിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇതിന്റെ ഉള്ളിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാൻ പാടുള്ളൂ. ഏൺ ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ ഏൺ ചെയ്യുന്നതിന് 10% നമ്മൾ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞു നമ്മുടെ ആക്റ്റീവായിട്ട് നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ സമയത്ത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇതിൽ നിന്ന് എഗ്ഗ് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് എന്റെ ഒരു ബേസിക് ഐഡിയ. എന്ന് പറഞ്ഞാൽ ദ ഐഡിയ ഈസ് ടു ക്രിയേറ്റ് എ ഗോൾഡൻ ഗൂസ് ആൻഡ് കൺസ്യൂം ദ എഗ് ഓൺലി ആഫ്റ്റർ ദ റിട്ടയർമെന്റ്. ഒരിക്കലും ഗൂസിന് എന്ത് ചെയ്ത് അത് എടുത്തിട്ട് അത്യാവശ്യം നല്ല പൈസ ചെയ്യുന്നുണ്ട് അതിന്റെ പകുതി പൊട്ടിച്ചിട്ട് ഒരു ലക്ഷറി കാറോ വെക്കേഷനോ അല്ലെങ്കിൽ മക്കളെ കല്യാണത്തിനൊന്നും എടുത്തിട്ട് എന്ത് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല.
അതിനൊക്കെ നമുക്ക് വേറെ അക്കൗണ്ട്സ് ഉണ്ട്, വേറെ ബക്കറ്റുകൾ വേണം. സോ ദ ഫസ്റ്റ് ബക്കറ്റ് ഈസ് ക്ലിയർ ഐ തിങ്ക്. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് ആണ്, FFA അക്കൗണ്ട് നമ്മൾ പറയും. ഇൻകത്തിന്റെ 10% അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ മിണ്ടാണ്ട് അവിടെ ഇരുന്നുള്ള ഇതെന്ത് ചെയ്യാം, റിട്ടയർമെന്റ് വരെ തൊടാൻ പാടില്ല, ഒരു കാരണവശാലും പണ്ടെടുക്കാൻ പാടില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ LTSS ആണ്, ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ. LTSS വിച്ച് മീൻസ് ദാറ്റ് ലോങ് ടേം സേവിങ്സ് ഫോർ സ്പെൻഡിങ് ആണ്. ഒരു ദീർഘനാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്യണം പണം. അത് എന്തെങ്കിലും ഒരു കാലത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ വെക്കേഷന് പോകണം, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണം. ഓക്കെ, ഇങ്ങനെ എന്ത് ഗോളും ആയിക്കോട്ടെ, മക്കളെ എഡ്യൂക്കേഷൻ, മക്കളെ കല്യാണം, എന്ത് ഗോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, ഫിനാൻസ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ, വലിയൊരു സംഖ്യ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ രീതിയിൽ സേവ് ചെയ്ത് വെക്കുന്നു. ആ സേവ് ചെയ്യുന്നത് മുഴുവൻ ഈ കാറ്റഗറിയിൽ വരും. LTSS എന്നാണ് നമ്മൾ പറയാം, ലോങ് ടേം സേവിങ്സ് ഫോർ സ്പെൻഡിങ് ആണ്. ഓക്കെ, അപ്പൊ എന്താ പറയുക, LTSSലേക്ക് നമ്മൾ മിനിമം 10% നമ്മൾ കമ്പൽസറി മാറ്റി വെക്കുന്നു. ഈ 10% മുഴുവൻ കാറ് വാങ്ങാനായിരിക്കില്ല. നമുക്ക് 3 ഗോളാണ് അറ്റ് എ ടൈം ഫിനാൻഷ്യലി ആയിട്ടുള്ളത്. എന്ന് പറയാൻ 5 വർഷം കൊണ്ട് കാറ് വാങ്ങണം, ഓക്കെ, ഒരു 3 വർഷം കൊണ്ട് ഒരു ഇന്റർനാഷണൽ ടൂർ പോകണം, ഒരു 10 വർഷം കൊണ്ട് വീട് വാങ്ങണം, 20 വർഷം കൊണ്ട് മകളെ കല്യാണം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10% നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മുറിച്ച് ഇതിന് ഇൻഡിവിജ്വൽ ജാറിലേക്ക് കുറേശ്ശെ ഇടുന്നു. ആ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ ഗോളും ചിലപ്പോൾ നമുക്ക് ഈ 10% കൊണ്ട് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ മിനിമം 10% ഷുഡ് ബി അലോട്ടഡ് ടു LTSS. ഓക്കെ, ഒരിക്കലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ആദ്യം പറഞ്ഞ FFA ഒരിക്കലും സ്പെൻഡ് ചെയ്യണ്ട, ഒരിക്കലും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാറ്റഗറി ബക്കറ്റ് എന്ന് പറയുന്നത് LTSS എന്നാണ്. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ തേർഡ് ബക്കറ്റ് കംസ് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 10% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെക്കണം എന്നാണ്. 10% ഒക്കെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെക്കുന്ന മക്കൾ എഡ്യൂക്കേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. 30, 40, 50 വയസ്സായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോഴുള്ള വരുമാനത്തിന് 10% മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി പറയുമ്പോൾ പലർക്കും എന്ത് ചെയ്യാൻ പറ്റാറില്ല, ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാ ചോദിക്കാം. അങ്ങനെ ഞാനിപ്പോൾ എന്ത് കോഴ്സ് ചെയ്യാനാണ്, നമ്മുടെ കോഴ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കരിയറൊക്കെ സെറ്റ് ആയില്ലേ എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ബാങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ റിട്ടേൺ യു മേ ഗെറ്റ് ഈസ് സംതിങ് ലൈക്ക് 7 to 8%. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ 13-15%. പക്ഷെ നിങ്ങൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും കിട്ടുന്ന റിട്ടേൺ പെർസെൻറ്റേജ് ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരു 10,000 രൂപക്ക് നമ്മളൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കാം. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ നോളജ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനം ഒരു പക്ഷേ 10,000 രൂപ ഉണ്ടാക്കിയാൽ തന്നെ 100% റിട്ടേൺ. ഒരു 1,00,000 രൂപയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 1000%. സോ ദ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഈസ് വെരി ഹ്യൂജ് ഇൻ കേസ് ഓഫ് എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. നമ്മളെല്ലാവരും മിക്ക ആളുകളും JCI മെമ്പേഴ്സ് ആണ്. JCIയിൽ നമ്മൾ കൊടുക്കുന്ന ഫീസ് ഉണ്ട്, ഡ്യൂ. ആക്ച്വലി എന്താണ്, എഡ്യൂക്കേഷനിലേക്കുള്ള മെമ്പർഷിപ്പിന്റെ ആ കാറ്റഗറിയിൽ നമുക്ക് വകയിരുത്താൻ പറ്റും. നമ്മൾ പല ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല വർക്ക്ഷോപ്പിന് നമ്മൾ പോകുന്നുണ്ട്. ഇതെല്ലാം എന്താണ്, എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ്. സോ നമ്മുടെ വരുമാനത്തിന്റെ ഒരു 10% നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പുരോഗതി നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷനിൽ ഉണ്ടാവും, നമ്മുടെ പ്രൊഫഷനിൽ ഉണ്ടാവും, നമ്മുടെ കരിയറിലുണ്ടാവും. ഇത് നെറ്റ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10% നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് 1-2 വർഷം നിങ്ങൾ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ കൂടി വരും. എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ വരുമാനം സാലറി 1,00,000 രൂപയായിരിക്കാം. അപ്പൊ നിങ്ങൾ FFAയിലേക്ക് കൊടുക്കുന്ന 10,000, LTSSലേക്ക് കൊടുക്കുന്ന 10,000, എന്താ എഡ്യൂക്കേഷനിലേക്ക് കൊടുക്കുന്ന 10,000. ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞു. ഒരു വർഷം കഴിയുമ്പോഴേക്ക് നിങ്ങൾ 10,000 വെച്ചിട്ട് 1,20,000 രൂപ നിങ്ങൾ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ സ്കില്ല് കൂടി, മേ ബി സംതിങ് ലൈക്ക് AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യാം പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് നിങ്ങൾ പഠിച്ചു. അത് പഠിച്ച് അതൊക്കെ നിങ്ങളുടെ ജോലിയിലും കാര്യങ്ങളും പ്രൊഫഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എഫിഷ്യൻസി കൂടി, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി. നിങ്ങൾ 1,00,000 സാലറി എന്നുള്ള എന്തായി മാറും, 2,00,000 സാലറി ആയിട്ട് മാറും. അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഒരു പക്ഷേ നിങ്ങൾ സാലറി തന്നെ 2 lakhs ആയി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് FFA അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 2 lakhsന് 10% എന്ന് പറഞ്ഞാൽ 20,000 രൂപ LTSSലേക്കും 20,000 രൂപ FFAയിലേക്കുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ബക്കറ്റിലേക്കും കൊണ്ടുപോകുന്ന ഇൻവെസ്റ്റ്മെന്റ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷനിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്തേ പറ്റും. പലരും എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ ഉള്ള ചെലവുകളെ മുഴുവൻ പിശുക്കി ചെലവ് ചുരുക്കിയിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് പറയാറ്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വരുമാനം കൂട്ടുക എന്ന് പറയുന്നൊരു വർക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം വളരെ കുറച്ചും കൂടി ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എസ്പെഷ്യലി ഇന്നത്തെ എവർ ചേഞ്ചിങ് വേൾഡിൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ 3 അക്കൗണ്ടാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ FFA അക്കൗണ്ട്, സെക്കൻഡ് വൺ വാസ് LTSS, ലോങ് ടേം സേവിങ്സ് ഫോർ സ്പെൻഡിങ്, തേർഡ് വൺ ഈസ് എഡ്യൂക്കേഷൻ. 3-ലും 10% വീതം നമ്മൾ
ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി നമ്മളെ കയ്യിൽ എത്ര ഉണ്ട്? 70% ബാലൻസ് ഉണ്ട്. ആ 70% നിന്നാണ് നമ്മുടെ നെസസിറ്റീസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, നമ്മുടെ ഡെയിലി നെസസിറ്റീസ്. എന്താ? എല്ലാ കാര്യങ്ങളും, വണ്ടിക്ക് എണ്ണ അടിക്കണം, ഫ്യൂല് വേണം, റെന്റ് വേണം, ബിൽസ്, റീചാർജ്, ക്ലോത്ത്, ഷെൽട്ടർ, എല്ലാ കാര്യങ്ങളും. ഇത് മാക്സിമം ഇതുവരെ ഞാൻ പറഞ്ഞ 3 ബക്കറ്റിലും പറഞ്ഞ മിനിമം 10% ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. ഇവിടെ ഞാൻ 55% നെസസിറ്റീസ് എന്ന് പറയുന്നത് മിനിമം അല്ല, അത് മാക്സിമം ആണ്. ലോവർ ദ ബെറ്റർ. നിങ്ങൾക്ക് 30% നിർത്താൻ പറ്റുമോ? വെരി ഗുഡ്. ഹയർ ഇൻകം ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് എന്ത് ചെയ്യണം? 55-ലേക്കൊന്നും കൊണ്ടുപോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു 40-ലോ 35-ലോ ഒക്കെ നിർത്താൻ വേണ്ടി ശ്രമിക്കണം. എത്രത്തോളം ഈ ഒരു നെസസിറ്റീസിന്റെ പെർസെന്റേജ് കുറക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇപ്പൊ നെസസിറ്റീസിൽ മാക്സിമം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക 55%. ഓക്കെ, 30%നെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഒരു 55 പറഞ്ഞു, അതോടെ 85% ആയി. ഇനി ബാലൻസ് ഒരു 15% ഉണ്ട്, 15%. ഈ 15%-ൽ നിന്ന് ഒരു 10% നമ്മളുടെ പ്ലേ അക്കൗണ്ടിലേക്കുള്ളതാണ്. പ്ലേ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റർടൈൻമെന്റിനുള്ളതാണ്, പ്യൂർലി ഫോർ എന്റർടൈൻമെന്റ് പർപ്പസസ് എന്ന് പറഞ്ഞാൽ ഇത് ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഫാമിലിയുടെ കൂടെ ഡിന്നറിന് പോകാൻ, ഫാമിലിയുടെ കൂടെ എന്തൊരു ഫിലിമിന് പോകാനും, ഓക്കെ, അല്ലെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു വീക്കെൻഡ് ട്രിപ്പിന് പോകാനും, നമ്മുടെ ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്, അവിടെ അത് അനാവശ്യമായ ചെലവായി പോയി എന്ന് ഈ അക്കൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇത് സ്പെൻഡ് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഈ അക്കൗണ്ട് ഒരു സമയത്തും പൈസ ഉണ്ടാവരുത് എന്നുള്ളതായിരിക്കണം. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല ഈ ഫീൽഡും പറയുന്ന സിസ്റ്റത്തിൽ അങ്ങനെ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ക്രൂക്കഡായിട്ട് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടൊക്കെ ജീവിക്കുക പലപ്പോഴും പ്രായോഗികമായിട്ട് പോസിബിൾ ആയിരിക്കില്ല. സോ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക, അത് വെച്ച് അടിച്ചു പൊടിക്കും. ഓക്കെ, അത് നമ്മൾ ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ, അവർക്ക് നല്ല മെമ്മറീസ് കൊടുക്കാൻ, അതൊക്കെ നമ്മുടെ ബോണ്ടിങ് കൂട്ടാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ 10% പ്ലേ അക്കൗണ്ടിൽ മാറ്റി വെച്ചു. ദെൻ ദ ലാസ്റ്റ് 5% ഗോസ് ടു ഗീവ് അക്കൗണ്ട്. ഗീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കൊടുക്കുക, ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി, നമ്മളെ നൽകുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമുക്ക് ഒരുപാട് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കാനുണ്ട്. അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് മണി മാനേജ്മെന്റ് സിസ്റ്റം, ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് 10%, സ്വന്തം എഡ്യൂക്കേഷനിലേക്ക് 10%, കുറയ്ക്കാൻ പറ്റും. അവിടെ എക്സ്ട്രാ ഒരു 15% ഉണ്ട്, അതെടുത്ത് നമുക്ക് മറ്റു അക്കൗണ്ട്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റും. FFA-ലേക്കോ LTSS-ലേക്കോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെസസിറ്റീസ് കഴിയുന്നു കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. Then 10% for entertainment purpose and 5% for charity. So this is the simplest budgeting system I have ever gone through. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആസ്പെക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ടേക്ക് കെയർ ആണ്. നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഓൺ ഫിനാൻഷ്യൽ ഫ്രീഡം, നമ്മുടെ ലോങ് ടേം ഗോളുകൾ എല്ലാം ഇതിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എഫക്റ്റീവ് മണി മാനേജ്മെന്റ് എന്നുള്ളതോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നോ ഫിനാൻഷ്യൽ മാസ്റ്ററി എന്നോ സ്ഥിരമായിട്ട് കാണുന്ന ടൈറ്റിൽ അല്ല നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും. അതിന്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, ഹാപ്പി ലിവിംഗ് എന്നുള്ളത്. എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വഴി ഹാപ്പി ലിവിംഗിലേക്ക് നമുക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് എപ്പോഴാണ് ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കി. എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടിയ എപ്പോഴാണ്? അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഹാപ്പിനെസ് വേണം, നിങ്ങളുടെ ലൈഫിൽ മുഴുവൻ നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? വലിയ വരുമാനം ഉണ്ടായാൽ മതിയോ? കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടായ ഹാപ്പിനെസ് ആവും? അല്ലെ വലിയൊരു കാർ, ഒരു ലക്ഷറി കാർ കിട്ടിയ ഹാപ്പിനെസ് ഉണ്ടാവും? കിട്ടുന്നവരെ നമ്മൾ വിചാരിക്കും അത് കിട്ടിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. ഒരു ഐഫോൺ കൈ കിട്ടുന്നവരെ ഐഫോൺ കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാന്ന് വിചാരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു ത്രില്ല് അങ്ങ് പോകും. അപ്പൊ ആക്ച്വലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് ഒരു ഇമ്പൾസീവ് ആയിട്ട് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ നമുക്കൊരു ഹാപ്പിനെസ് തന്നുകൊണ്ടേ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ സംഗതികളും നമ്മുടെ ശരീരത്തിന് പുറത്തുള്ളതാണ്. ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, നമ്മുടെ മൈൻഡിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മുടെ ബ്രെയിനകത്താണ് നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. ഹാപ്പിനെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്കൊരു 4 ഹാപ്പി ഹോർമോൺസ് ആണുള്ളത്. ഈ 4 ഹാപ്പി ഹോർമോൺസ് എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ 4 ഹാപ്പി ഹോർമോൺസ് ഏതെങ്കിലുമൊക്കെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യുക. അപ്പൊ ഈ ഹാപ്പിനെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട 4 ഹോർമോൺസ് ആണ്. ഒന്ന് എൻഡോഫിൻ. എൻഡോഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ഒന്ന് ആലോചിക്കുക. ഈ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് ഓടിക്കളിക്കും അല്ലെ, ഭയങ്കര ഓട്ടവും ചാട്ടവും ആയിരിക്കും ഫുൾ ടൈം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെയൊക്കെ മോനാണെന്നുണ്ടെങ്കിൽ സോഫിന്റെ മുകളിൽ കയറിയിട്ട് ചാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. വെറുതെ ഇങ്ങനെ ചാടും സോഫിന്റെ മുകളിൽ ഇരുന്നിട്ട്. അപ്പൊ പറയടാ അതാ ചാടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പറയുമ്പോൾ ഒന്ന് നിർത്തും. നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാലോ വീണ്ടും ചാടും, അതേപോലത്തെ ചാട്ടം. എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ഫിസിക്കലായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയാണ്. ആ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്ന സമയത്താണ് ആക്ച്വലി ഈ എൻഡോഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എൻഡോഫിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഹോർമോൺ. അതാണ് നമ്മൾ ഒരു ദിവസം രാവിലെ എക്സസൈസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്കൊരു പ്രത്യേക എനർജിയാണ്.
ഒരു ജിമ്മിലൊക്കെ പോയി വരികയാണെങ്കിൽ ഒരു എക്സസൈസ് ഒരു നടത്തമൊക്കെ കഴിഞ്ഞു വന്നാൽ നമുക്കൊരു പ്രത്യേക എനർജി ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ആ കിട്ടുന്ന എനർജി വരുന്നത് എവിടുന്നാണ്, ആ ഹാപ്പിനെസ് എവിടുന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോർഫിൻ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാണ്. സോ ഈ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫിസിക്കലി മൂവ് ചെയ്തേ പറ്റൂ, എക്സസൈസ് ചെയ്തേ പറ്റൂ. അല്ലാതെ എത്ര പൈസ ഉണ്ടായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. ഇനിയിപ്പോ ഒരു പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ, ഒരു കാശ് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടി എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫിസിക്കലി ബോഡി മൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു എക്സസൈസ് എന്നുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നാണ്. അതിന് ഈ പറഞ്ഞ ഇതുവരെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന മണി മാനേജ്മെന്റുമായിട്ട് വലിയ ബന്ധം. പക്ഷെ അടുത്ത 3 ഹോർമോൺസ് ആക്ച്വലി എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബഡ്ജറ്റിംഗ് സിസ്റ്റത്തിൽ ഈ പറഞ്ഞ 3 ഹോർമോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംഗതി ഇൻബിൽറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഹോർമോണാണ് ഡോപ്പമിൻ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ, ഡോപ്പമിൻ എഫക്ട് എന്നൊക്കെ നമ്മൾ പറയും. ഡോപ്പമിൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, റിവാർഡ് ഹോർമോണാണ്. ഇപ്പൊ ഞാൻ ഒരു നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അഫ്സൽ ഡ്രസ്ഡ് വെൽ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ലുക്ക് ഉണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമാണ്, റിവാർഡ് കിട്ടി. അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ഗുഡ് ബോയ് എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പുള്ളിക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും, നല്ല അടിപൊളിയാന്ന് തോന്നും. എന്ത് കാര്യം ചെയ്തപ്പോഴാണോ നമ്മൾ ഗുഡ് ബോയ് എന്ന് പറഞ്ഞത്, ആ സമയത്ത് കിട്ടിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ആ ഡോപ്പമിൻ വീണ്ടും കിട്ടാൻ വേണ്ടി അതേ കാര്യം കുട്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മളെ മുമ്പിൽ വന്ന് നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, വീണ്ടും ആ ഗുഡ് ബോയ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ലിക്കർ കഴിക്കുന്ന സമയത്താണെങ്കിൽ, സ്മോക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതേ ഡോപ്പമിൻ തന്നെയാണ് കിട്ടുന്നത്. ആ ഡോപ്പമിൻ വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേ ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം. ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബഡ്ജറ്റിംഗ് വഴി നമ്മൾ ആ ഗോളിലേക്ക് പോവുകയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡോപ്പമിൻ കിട്ടും. അതിന്റെ ഇടയിൽ LTSS വഴി നമ്മൾ ഇടയിൽ കുറെ സ്പെസിഫിക് ഗോൾസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഓരോ ഗോളും നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഡോപ്പമിൻ കിട്ടും. ഈ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഡോപ്പമിൻ റഷ് കൊണ്ടുവരാനും നമുക്ക് നല്ല രീതിയിലുള്ള ഡോപ്പമിൻ ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അടുത്ത ഹോർമോൺ ആണത് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ ലവ് ഹോർമോൺ എന്നാണ് പറയുന്നത്. ഈ ലവ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒരാളെ പരിചയപ്പെട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണ്. ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നൂല്ലേ, അല്ലെങ്കിൽ ഒരു ഹഗ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നും. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നമ്മൾ ഈ ഓക്സിറ്റോസിൻ ആണ് ഉണ്ടാവുന്നത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്രെയിനിൽ. അപ്പൊ നമ്മൾ ഒരു പുഞ്ചിരി നല്ല രീതിയിൽ ഞാൻ ചിരിക്കുകയാണ്, അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ചിരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒരു ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാണ്, ഹഗ് ചെയ്യുക. അതേപോലെ ഈ സമയങ്ങളിലൊക്കെ നമ്മളൊരു നെറ്റ്വർക്കിംഗ് ഇവന്റ്, ഒരു സോഷ്യലൈസിങ് ഇവന്റിൽ പോകണം, നമ്മുടെ ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിൽ പോയി നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുക. ആ സമയത്തൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാവുന്ന എന്താണ്, ഈ ഓക്സിറ്റോസിൻ ആണ്. ഈ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഹാപ്പിനെസ് കിട്ടും. അപ്പൊ ഈ ഓക്സിറ്റോസിൻ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഇവന്റുകളിൽ നമ്മൾ കൂടുതലായിട്ട് വരണം, ചിരിക്കണം, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഹാൻഡ് ഷേക്ക് കൊടുക്കണം, ഹഗ് ചെയ്യണം, നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു 10% എങ്ങോട്ട് മാറ്റി വെച്ചത്, പ്ലേ അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചത്. ഈ പ്ലേ അക്കൗണ്ടിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കുറെ കാലത്തേക്ക് എടുത്തു വെക്കരുത് ഞാൻ പറഞ്ഞു, ഓരോ മാസം അത് ചെലവാക്കി തീർക്കണം. ഈ മാസം നമ്മൾ നോക്കാം, സാലറി കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപ പ്ലേ അക്കൗണ്ടിലുണ്ട്. അപ്പൊ മക്കളെ കൊണ്ട് ഒരു ഡിന്നറിന് പോയി 4,000 രൂപ ആയിട്ടുള്ളൂ, ഇനി 6,000 രൂപ ഈ മാസം തന്നെ സ്പെൻഡ് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. ആ 6,000 രൂപ ഈ മാസം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേ അക്കൗണ്ട് സ്പെൻഡ് ചെയ്ത് തീർക്കും തോറും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓക്സിറ്റോസിൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അതല്ലാണ്ട് നമുക്കൊരു ഇന്റർനാഷണൽ വെക്കേഷന് പോകാൻ വേണ്ടി ഒരു വർഷത്തേക്ക് ഒരു ഡിന്നറിനും പോകാതെ, ഒരു മൂവിക്കും പോകാണ്ട്, ഒരു വെക്കേഷനും പോകാണ്ട് എടുത്തു വെച്ചിട്ട് ഇത് വൺ ടൈം ആയിട്ട് എടുക്കേണ്ട ഒരു സംഗതിയല്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഗുഡ് മെമ്മറീസ് നമ്മളിൽ ഉണ്ടാവണം, നമ്മുടെ റിലേറ്റീവ്സിൽ ഉണ്ടാവണം, നമ്മളായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലേ അക്കൗണ്ട് നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ദ ലാസ്റ്റ് ഹാപ്പി ഹോർമോൺ ഈസ് സെറോട്ടോണിൻ. സെറോട്ടോണിൻ എന്ന് പറഞ്ഞത് അത് ജനറേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാണ്, അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ വേറൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്ന സമയത്താണ് ഈ സെറോട്ടോണിൻ ഉണ്ടാവുക. ആ സെറോട്ടോണിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 5% ഗിവ് അക്കൗണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മൾ ഒന്നും ഇങ്ങോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു 5% നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും. പലരും വിചാരിക്കാനും അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി റിച്ച് ആവട്ടെ, അതിന് ശേഷം വേണം എല്ലാവരും സഹായിക്കാൻ. അങ്ങനെയല്ല, എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിന്റെ ഒരു 5% നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കുന്ന സമയത്ത് ഈ സെറോട്ടോണിൻ ഉണ്ടാവും. സെറോട്ടോണിൻ ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് എന്താണ്, ഒരു വലിയൊരു സ്റ്റേറ്റിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്ര ഇന്ന രീതിയിലുള്ള സംഗതികൾ കൊടുക്കുന്നത്. അതൊരിക്കലും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ ബാക്കിയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ആവരുത്, നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹാപ്പി ഹോർമോൺസ് നല്ലൊരു ഹാപ്പി സ്റ്റേറ്റിലാവുന്ന സമയത്ത് തന്നെ നമ്മുടെ തിങ്കിങ് ക്ലിയർ ആയിരിക്കും, നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടും, നല്ല രീതിയിൽ ലോജിക്കൽ ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്തരം ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്,
സ്വാഭാവികമായിട്ടും നമ്മുടെ വരുമാനം കൂടും എന്നുള്ളതാണ് സത്യം. ആ വരുമാനം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യലി സ്ട്രെസ് ഇല്ലാത്തൊരു ലൈഫായിരിക്കണം. ഈ ഫിനാൻഷ്യൽ സ്ട്രെസ് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന സ്റ്റേറ്റിലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി സാധിക്കും. അതുവഴി സെറോട്ടോണിൻ നമുക്ക് ഉത്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 4 ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യാതെ ഒരു കാരണവശാലും എനിക്കോ നിങ്ങൾക്കോ ഹാപ്പിനെസ് കിട്ടില്ല. വേറെ എന്ത് മെറ്റീരിയലിസ്റ്റിക് തിങ് ഉണ്ടെങ്കിലും നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഇത് നമ്മുടെ ബ്രെയിനിൽ വരണം. സോ ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കുകയും ചെയ്യും. ആ ഹാപ്പിനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയുള്ള ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റം ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് അൺലോക്ക് ദ പവർ വിത്തിൻ യു ബൈ നർച്ചറിങ് യുവർ ഹാപ്പി ഹോർമോൺസ്. താങ്ക് യു. സോ നീ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം സിതേഷ് സാർ. Thank you, Asal bro. I have shared a feedback link in the chat. Please key in your valuable feedback. I know everybody must have liked the session very well, but your recorded feedback means a lot for us. എന്തെങ്കിലും ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് സംസാരിക്കാം. The floor is open for any questions or any feedbacks. You can unmute yourself and speak. Thank you. Yes, Sirisha ma'am, please go. Hello. Yes ma'am, yes. Sir, thank you so much for the session. It was really informative and easy to understand. And you simplified the way we can do our financial management and the points, especially the happy hormones connecting to the financial thing was really never heard before like this. It was really simpler way to make others also to understand to get things done, and it was really interesting session, and the division of the amount in percentage was really nice. Thank you so much. Thank you Siti sir and JC Trippier for the session. Afzal sir, it was really nice to listen to your session. Thank you. Thank you ma'am. Thank you ma'am. Thank you for your kind words. My pleasure. എന്റെ സംശയം ഇതിലായിരുന്നു, അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ടിലേക്ക് 10% മാറ്റി വെക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതെങ്ങനെയാണ് 25 ഇയേഴ്സിലേക്ക് അതൊന്ന് ക്ലിയർ ചെയ്യും? നിങ്ങൾ പറഞ്ഞു 25 ടൈംസ് ഉണ്ടെങ്കിൽ റിട്ടയർമെന്റ് ഏജ് ചെയ്യുന്നില്ല, ഒന്ന് പറഞ്ഞു. അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഫയർ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫയർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1 lakh ആണ് എനിക്ക് ഒരു മാസത്തേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഐ നീഡ് 12 lakhs പെർ ഇയർ. സോ ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 3 CR ആണ് എന്റെ കയ്യിൽ വേണ്ടത്. സോ ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ടിലുള്ള നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും അതിന്റെ ഗ്രോത്തും എല്ലാം കൂടെ ചേർന്നിട്ട് 3 crore ഇന്ന് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് റിട്ടയർ ചെയ്യാന്നുള്ളതാണ്. അത് 10 വർഷം കഴിയുമ്പോഴേക്കാണ് 3 crore എത്തുന്നുണ്ടെങ്കിൽ അന്ന് 3 crore പോരാ, അന്ന് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് അന്നത്തെ 6 crore വേണം. ഓക്കെ, സോ ആ റിട്ടയർമെന്റ് എപ്പോൾ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫയർ നമ്പർ പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 10% എങ്കിലും മിനിമം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങണം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഇന്നത്തെ വരുമാനത്തിന്റെ 10% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ 10 വർഷം 15 വർഷം 20 വർഷം ഇൻവെസ്റ്റ് ചെയ്താലും ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് എത്തിക്കൊള്ളുന്നില്ല, ആ പറയുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്ന ഫയർ നമ്പർ എത്തിക്കൊള്ളുന്നില്ല. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്, വരുമാനം കൂട്ടണം. വരുമാനം കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്, സ്കില്ല് പുതിയത് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റം പറഞ്ഞത്. ഈ ബഡ്ജറ്റിംഗ് സിസ്റ്റം വഴി നമ്മൾ മുന്നോട്ട് പോവുക വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ആ രീതിയിലേക്ക് നമ്മുടെ വരുമാനം ഇൻകം കൂട്ടാനും ആ ഇൻകത്തിന്റെ ഹയർ പെർസെന്റേജ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ ആൾറെഡി നമ്മൾ ഈ പറഞ്ഞ ബക്കറ്റ് സിസ്റ്റം ഒരു 6 ബക്കറ്റാക്കി തിരിച്ചത്. ആക്ച്വലി ഈ 6 ബക്കറ്റ് ഇതേപോലെ ഇതേ പെർസെന്റേജിൽ എല്ലാവർക്കും ഫിറ്റ് ആവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പേഴ്സൺ വിത്ത് 20 years ഓഫ് ഏജ് ആൻഡ് എ പേഴ്സൺ വിത്ത് 60 years ഓഫ് ഏജ് ഈ ബക്കറ്റ് ഒരേപോലെ വർക്കാവില്ല. അപ്പൊ അത് എന്ത് ചെയ്യണം, അവനവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവനവന്റെ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മളത് ചെറിയ കസ്റ്റമൈസേഷൻസ് അതിൽ വേണ്ടി വരും. സ്റ്റിൽ ഇതാണ് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ഏരിയ. ഇതിൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് വാസ്തവം. ഇലിയാസ് സാർ ചോദിച്ചത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ആ ഫയർ നമ്പർ എന്ന് പറയുന്നത് എത്ര എമൗണ്ട് വേണം റിട്ടയർ ചെയ്യാൻ എന്നുള്ളതാണ്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ആ 10% FFA അക്കൗണ്ട് എന്ന് പറയുന്നത്. Thank you, Ilyas bhai, for the question. Next ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് സംസാരിക്കട്ടോ. നമ്മളൊരു പേഴ്സണൽ ഇൻകം ഒരു 30% ഇയർ ഓൺ ഇയർ കൂട്ടുക എന്നുള്ള ടാർഗറ്റ് വെക്കുവാണെങ്കിൽ നമുക്കത് എങ്ങനെ പ്ലാൻ ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പറയാൻ പറ്റുമോ? 30% ഇൻകം ഇയർ ഓൺ ഇയർ കൂട്ടുകയാണെങ്കിൽ എന്നുള്ളത് വരെ മനസ്സിലായി. കൂട്ടാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ
ഓക്കെ, അതിന് നമ്മൾ അപ്സ്കില്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സ്കില്ലിന് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? സാറ് എന്താ ചെയ്യുന്നത്? ജോലിയാണോ ബിസിനസ് ആണോ? ഞാൻ പെരുമോന്ന് പറഞ്ഞ കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഗുഡ്. അപ്പൊ ഞാൻ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പൊ സെയിൽസ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ, സെയിൽസ് മാനേജർ എന്നുള്ള നിലക്ക് ആ കമ്പനിയിൽ അതിന്റെ 30% ഹൈക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. കമ്പനിയിൽ നമുക്ക് 30% കിട്ടില്ലല്ലോ. നമ്മൾ സൈഡ് ഇൻകം എന്തെങ്കിലും സൈഡ് പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചും കൂടെ വയബിൾ ഓപ്ഷൻസ്. അത് നിർബന്ധമില്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 1 lakh ആണ് ഇപ്പൊ നമുക്ക് സാലറി ഉള്ളത്. അടുത്ത വർഷം 1.30 എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനേജ്മെന്റിനോട് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം. ഇപ്പൊ ഡിമാൻഡ് ചെയ്ത് അവർ തരാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ എന്റെ സ്കില്ലിന് 1.30 മാനേജ്മെന്റ് തരൂല എന്നുള്ളതാണ്. സോ നിങ്ങൾ ഒരു വർഷം കൊണ്ട് സെയിൽസിന് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സെയിൽസിന്റെ കോഴ്സുകളോ അല്ലെങ്കിൽ ബുക്കുകളോ ഒക്കെ വായിച്ച് നല്ല രീതിയിൽ അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുന്നത് കൂട്ടി. നിങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതിനേക്കാൾ 30% അല്ലെങ്കിൽ 50% എക്സ്ട്രാ റിസൾട്ട് ഈ വർഷം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മാനേജ്മെന്റ് എടുത്ത് ചെന്ന് ചോദിക്കുകയാണ് 30% ഹൈക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിട്ടും. ഇനി അവർ തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ സ്കില്ല് വെച്ച് നിങ്ങൾ പുറത്ത് വേണമെങ്കിൽ കൊടുക്കാവുന്ന, പുറത്ത് വേറെ കമ്പനിയിലേക്ക് നോക്കാവുന്നതാണ്. അവിടെ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അത് റെക്കഗ്നൈസ് ചെയ്യുന്ന വേറെ മാനേജ്മെന്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ സൈഡ് ബിസിനസ്സിലൂടെ തന്നെ പോകണം എന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞാൽ സൈഡ് ബിസിനസ് ചെയ്യരുത് എന്നല്ല പറഞ്ഞതിനർത്ഥം. രണ്ടു വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്സ്കില്ല് ചെയ്യാം, നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വി ഷുഡ് ഇൻവെസ്റ്റ് മോർ ഇൻ ടു എഡ്യൂക്കേഷൻ ആൻഡ് അപ്സ്കിൽ അവർസെൽസ്. ദാറ്റ് ഇസ് ദ കീ. Thank you. We have time for one more question or feedback. So what a fantastic session that was. JC Afzal K took us on a journey that blended life, money and happiness in the most practical and relatable way. His clarity and conviction have left us inspired and better informed. Let's not just stop with learning. Let's implement, act and share this wisdom with others. Now I invite JC Ankit to propose the vote of thanks. A very good morning all. On behalf of JCA Tripura, I extend my heartfelt gratitude to our distinguished speaker JC Afzal K for delivering such a powerful and enlightening section on happy living through a effective money management. Your unique blend of academic brilliance, real-world market experience, and passion for financial literacy made today's section truly impactful. A sincere thanks to our participants for joining us and making this section vibrant with your presence. I also want to appreciate the continuous efforts of our dynamic team, President JC Krishna TS, Secretary JC Abhishek Pradeep, Vice President Training JC Sitesh, and Director Training JC Savit for making Skill Sprint 2025 a consistent success. Let's carry forward today's learnings into our lives. And a happy wish to all and your family members. Thank you once again. Thank you. Thank you. So the learning never stops. See you next week for the next sprint. Thank you, Afzal bro. Thank you. Happy wish you. Thank you, Afzal. Bye.